കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണാണ് തൃക്കാക്കര MLA ഉമാ തോമസിന് പരിക്കുപറ്റിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സ്റ്റേഡിയത്തിലെ VIP ഗ്യാലറി, അവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയിരുന്നു. അത് ഈ താഴേക്കുള്ള ഒരു ബോർഡർ എന്നുള്ള നിലയിൽ സാധാരണ വെക്കുന്ന ഒരു ബാരിക്കേഡിന് സമാനമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിന് പകരം ഒരു റിബണാണ് അവിടെ ഈ സംഘാടകർ കെട്ടിയിരുന്നത്. അത് MLAയുടെ ശ്രദ്ധയിലേക്ക് വന്നില്ല, ശ്രദ്ധയിൽപ്പെട്ടില്ല. നേരെ താഴേക്ക് MLA വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഇർണെ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആർട്ട് മാഗസിനായ മൃദംഗാഭിഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയ പരിപാടിയായിരുന്നു, പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. നൃത്ത പരിപാടി അടക്കം ഇതിൻ്റെ ഭാഗമായി അവിടെ അരങ്ങേറുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പ്രേക്ഷകർക്കിപ്പോൾ ചില ദൃശ്യങ്ങൾ, ആ അപകടവുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. YS അഭിനന്ദ് നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ ഷിയാസ് പങ്കുവച്ച വിവരം പ്രധാനമാണ്. അതാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരം എന്താണ് എന്നുള്ള കാര്യമായിരുന്നു നമുക്ക് പ്രധാനമായും അറിയേണ്ടത്. ഡോക്ടേഴ്സിനോട് ഷിയാസൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. തലയ്ക്ക് പരിക്കുണ്ട്, പക്ഷേ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് ആശുപത്രിയിൽ നിന്ന് വിവരം ലഭ്യമാകുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് അഭിനന്ദന് ലഭ്യമാകുന്ന വിവരം? റിജിത്ത്, ഇപ്പം മുഹമ്മദ് ഷിയാസ് പറഞ്ഞ വിവരം തന്നെയാണ് ആശുപത്രിയിൽ നിന്നും നൽകാനുള്ളത്. ആശുപത്രി എത്തിച്ചിട്ട് കഴിഞ്ഞുകൊണ്ട് പാലാരിവട്ടം റിനെ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉമാ തോമസ് MLA എത്തിച്ചിട്ടുള്ളത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടയിലായിരുന്നു ഈ അപകടം ഉണ്ടായത്. അവിടേക്ക് വേദിയിലേക്ക് കയറുന്ന വഴി ഒരു കോൺക്രീറ്റ് ഡിവൈഡർ ഉണ്ടായിരുന്നു. ആ കോൺക്രീറ്റ് ഡിവൈഡർ MLAയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ MLAയുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണ് പെട്ടെന്ന് കാല് വഴുതി തറയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും ആശുപത്രി അധികൃതർ ഇപ്പോൾ ലഭ്യമാകുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലായിരുന്നു. മുഹമ്മദ് ഷിയാസ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കിയ അതേ കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. ഇത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ്. തലയ്ക്ക് ഒരു പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്ക് പരിക്കേറ്റപ്പോൾ തന്നെ MLA അബോധാവസ്ഥയിലായതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരുമുണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഒരു ഫസ്റ്റ് എയ്ഡ്, പ്രാഥമിക ശുശ്രൂഷ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയെന്നും അറിയാൻ കഴിയുന്നുണ്ട്. വളരെ കാര്യമായി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക, ആശംസകൾ അർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഉമാ തോമസ് MLA അവിടെ എത്തിയത്. അപ്പോഴാണ് ഈ ഒരു അശ്രദ്ധ ചെറുതായി, അതായത് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ വേദിയിലുള്ള ആളുകളെ അഭിസംബോധന ചെയ്താണ് ഉമാ തോമസ് MLA വേദിയിലേക്ക് കയറി പോകുന്നത്. ആ സമയത്താണ് അശ്രദ്ധ കൊണ്ട് ഒരു പരിക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ ഡിവൈഡർ ഉണ്ടായിരുന്നു, ആ ഡിവൈഡർ ഒരു റിബൺ ഉണ്ടായിരുന്നു. ആ റിബൺ MLAയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പാലാരിവട്ടം റിനെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തലയ്ക്ക് ചെറുതായി ഒരു പരിക്ക് എന്നതാണ് ആശുപത്രി അധികൃതർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എറണാകുളം DCC പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണത്തിൽ നിന്നും അത് കുറച്ചുകൂടി വ്യക്തമാകുന്ന സാഹചര്യമാണുള്ളത്. 12,000-ഓളം ആളുകൾ നൃത്തം ചെയ്യേണ്ടിരുന്ന ഒരു പരിപാടിയാണ്. ദിവ്യ ഉണ്ണി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും വാർത്താ സമ്മേളനത്തിൽ അടക്കം വ്യക്തമാക്കിയിരുന്നു. വലിയ ഒരു പരിപാടിയാണ്. ദിവ്യ ഉണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾ, നടിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കേണ്ട പരിപാടിയിലാണ് ഉമാ തോമസ് MLA അടക്കമുള്ള ജനപ്രതികൾ അവിടെ എത്തിയത്. ADGP എ ശ്രീജിത്ത് അടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് ഉമാ തോമസ് MLAക്ക് ഇത്തരത്തിലേക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാധ്യമപ്രവർത്തകർ അടക്കം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരണങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് അവിടെയുള്ള പ്രവർത്തകർ, സംഘാടകർ, പരിപാടിയുടെ സംഘാടകർക്ക് MLA ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാലാരിവട്ടം റിനെ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. തലയ്ക്ക് ആ സമയത്ത് പരിക്കേൽക്കുകയും അബോധാവസ്ഥയിലാകുകയും ചെയ്തു. നമ്മൾ തന്നെ ഉമാ തോമസ് MLAയുമായി പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുള്ളതാണ്, BP-യുടെ പ്രശ്നമുണ്ട്, ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നം അലട്ടുന്നുണ്ട് എന്ന് നമ്മളോട് തന്നെ വ്യക്തിപരമായി സംസാരിക്കാറുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അതാണോ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയതടക്കം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ പാലാരിവട്ടത്തെ റിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ് അടക്കമുള്ളവർ കൂടെയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു അപകടം ആണ് ആ സമയത്തുണ്ടായതെന്നാണ് ആ ദൃശ്യം നമ്മൾ കണ്ടപ്പോൾ പേടിച്ചത്. പക്ഷേ എന്തായാലും MLAയുടെ നില ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു ഒരു വലിയ പരിപാടി എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കേണ്ടത്. ഒരുപാട് ആളുകൾ നൃത്തം ചെയ്യേണ്ടിരുന്ന പരിപാടി, ജനപ്രതികളടക്കം പങ്കെടുത്ത പരിപാടിയിലാണ് MLA ഈ കോൺക്രീറ്റ് ഡിവൈഡറിന്റെ റിബൺ കാണാതെ പോയി ഇത്തരത്തിലേക്ക് ഒരു അപകടം ഉണ്ടായ സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ നമുക്കറിയാം, ആ സ്റ്റേഡിയത്തിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടാണ് അറിയാം, അവിടുത്തെ ആ സ്റ്റേജും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്നും താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലാതെ തന്നെയാണ് പ്രതികരണങ്ങൾ ഉൾപ്പെടെ വ്യക്തമാകുന്നത്. റിജിത്ത്, അഭിനന്ദ്, ഇത് ഈ പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗാലറിയാണോ അതോ നേരത്തെ തന്നെ അവിടെ ഉള്ളതാണോ? ഈ വേദിയിലേക്ക് കയറുന്നതിനിടയിലാണോ ഈ അശ്രദ്ധയെ തുടർന്ന് ഈ താഴേക്ക് MLA വീഴുന്നത്? അഭിനന്ദ്,
റിയ, തീർച്ചയായിട്ടും ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഈ പരിപാടി നേരത്തെ തന്നെ ഒരുപാട് പ്രചാരണം നൽകിയതാണ്. കൊച്ചിയുടെ പല ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരണം ഒക്കെ നടത്തിയതാണ്. കാരണം 12,000-ഓളം ആളുകളാണ് ഇതിലായിട്ട് പങ്കെടുക്കുന്നത്. ദിവ്യ ഉണ്ണി അടക്കമുള്ള പ്രശസ്തരായ നടിമാർ ഇതിന് നേതൃത്വം നൽകും. ജനപ്രതിനിധികളടക്കം പങ്കെടുക്കുമെന്ന് മാധ്യമങ്ങളോടടക്കം കൃത്യമായി പറഞ്ഞ ഒരു പരിപാടിയാണ്. പരിപാടിയുടെ ഭാഗമായി തന്നെ നിർമ്മിച്ച സ്റ്റേജാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്. ആ സ്റ്റേജിലേക്കാണ് ഉമാ തോമസ് MLA അടക്കമുള്ള ജനപ്രതിനിധികൾ എത്തിയത്. അവിടെ ആണ് ഈ കോൺഗ്രസിന്റെ ഡിവൈഡർ ഉണ്ടായിരുന്നു. ആ ഡിവൈഡറിൽ ഒരു റിബൺ ഘടിപ്പിച്ചിരുന്നു. ആ റിബൺ കൃത്യമായി കാണാത്തത് കൊണ്ടാണ് ആ സമയത്ത് MLA പല ആളുകളുമായി നേരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് പെട്ടെന്ന് മുകളിലേക്ക് കയറി പോകുന്നു. ആ ഡിവൈഡർ കാണാതെയാകുന്നു, റിബൺ കാണാതെയാകുന്നു, MLA താഴേക്ക് വീഴുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ MLA അബോധാവസ്ഥയിലാകുന്നു. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സംഘാടകർ ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നവർ പാലാരിവട്ടത്തെ റിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആദ്യം നമുക്ക് വെൽകെയർ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് നമ്മൾ ആദ്യം അവിടെ നിന്നും ലഭിച്ച ഒരു പ്രാഥമിക വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെൽകെയർ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ DCC പ്രസിഡന്റ്, കൂടെയുള്ള DCC പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് അടക്കം വ്യക്തമാക്കുന്നുണ്ട് MLA ഇപ്പോൾ പാലാരിവട്ടം റിനെ ആശുപത്രിയിലേക്കാണ് മാറ്റിയതെന്ന്. ഗുരുതരമായി ഉള്ള പരിക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ഉമാ തോമസ് MLA യുടെ നില സ്റ്റേബിളായി തുടരുന്നു. അല്ലെങ്കിൽ